ക്വസ്റ്റ്യൻ നമ്പർ 2 കോണിക് സെക്ഷൻസിൽ നിന്നുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എ ബി സി ഡി ബി എ ട്രപ്പീസിയം ഹൂസ് വെർട്ടീസസ് ലൈ ഓൺ ദി പാരബോള y സ്ക്വയർ ഈക്വൽ ടു 4x. അപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന പാരബോളയിലെ 4 പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ടാണ് എ ബി സി ഡി എന്ന് പറയുന്ന ട്രപ്പീസിയം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ട്രപ്പീസിയത്തിൻ്റെ എ ഡി എന്നും ബി സി എന്നുമുള്ള സൈഡുകൾ ആർ പാരലൽ ടു y ആക്സിസ്. y ആക്സിസിന് പാരലലാണ് അല്ലേ. ഇനി അതോടൊപ്പം തന്നെ ട്രപ്പീസിയത്തിൻ്റെ എ സി എന്ന് പറയുന്ന ഡയഗണൽ, ആ ഡയഗണലിൻ്റെ ലെങ്ത് 25/4 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ആ ഡയഗണൽ പാസ് ചെയ്യുന്നൊരു പോയിൻ്റാണ് ഓർഡേഡ് പെയർ 1,0. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രപ്പീസിയം എ ബി സി ഡി. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പാരബോള എന്ന് പറയുന്നത് y സ്ക്വയർ ഈക്വൽ ടു 4x. y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന പാരബോളയെ സംബന്ധിച്ചിടത്തോളം 4a എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് a എനിക്ക് 1 എന്നല്ലേ എഴുതാൻ പറ്റുക അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാരബോളയുടെ ഫോക്കസ് നമുക്കറിയാം ഓർഡേഡ് പെയർ a,0. അപ്പോൾ ഇവിടെ ഓർഡേഡ് പെയർ 1,0 എന്ന് വരുമല്ലോ. അപ്പോൾ ഈ 1,0 തന്നെയല്ലേ എ സി എന്ന് പറയുന്ന ഡയഗണൽ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എ സി എന്ന് പറയുന്ന ഡയഗണൽ ശരിക്കും പാസ് ചെയ്യുന്നത് പാരബോളയുടെ ഫോക്കസിലൂടെ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് എന്തായാലും അതിൻ്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. പാരബോളയും അതേപോലെ തന്നെ ട്രപ്പീസിയും ഒക്കെ നമുക്ക് വരയ്ക്കാം. ദാ ഇവിടെ പാരബോള നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പാരബോളയിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ട്രപ്പീസിയം അവിടെ കാണിച്ചിട്ടുണ്ട്. എ ബി സി ഡി എന്നുള്ളതാണ് ട്രപ്പീസിയത്തിൻ്റെ വെർട്ടീസസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ പോയിന്റിനെ എ ആയിട്ട് എടുക്കാം, ഇത് ബി ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഇത് സിയും ഇത് ഡിയുമാണെന്നിരിക്കട്ടെ. ക്ലിയർ ആയിട്ടും എ ഡി എന്ന സൈഡും അതുപോലെ ബി സി എന്ന സൈഡും y ആക്സിസിന് പാരലായിട്ട് തന്നെയല്ലേ നമ്മൾ വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ആ ട്രപ്പീസിയത്തിൻ്റെ 2 പാരലൽ സൈഡ്സിൻ്റെ ലെങ്ത് വേണം. അതുപോലെ തന്നെ ഈ 2 പാരലൽ സൈഡ്സിന് ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസും വേണം. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് ട്രപ്പീസിയത്തിൻ്റെ ഒരു വെർട്ടെക്സ് ആണ്. മാത്രമല്ല എ പാരബോളയിലെ ഒരു പോയിന്റുമാണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്ന പാരബോള എടുത്താൽ ആ പാരബോളയിലെ ഏത് പോയിന്റിൻ്റെയും ജനറൽ ഫോം അതെങ്ങനെയായിരിക്കും? at സ്ക്വയർ, 2at. ഇവിടെ a 1 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് t സ്ക്വയർ, 2t. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ a എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെർട്ടെക്സ് a t സ്ക്വയർ, 2t എന്നെടുക്കാം. ഒന്ന് നോക്കിയേ, എയുടെ വെർട്ടെക്സ് ടി സ്ക്വയർ, 2t ആണെങ്കിൽ ഡിയുടെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തായിരിക്കും? ടി സ്ക്വയർ, -2t ആയിരിക്കില്ലേ അല്ലേ. എയുടെ റിഫ്ലക്ഷനാണ് വിത്ത് റെസ്പെക്ട് ടു ദി എക്സ് ആക്സിസ് ഏത് പോയിന്റ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിയുടെ കോർഡിനേറ്റ്സ് എനിക്ക് ടി സ്ക്വയർ, -2t, y കോർഡിനേറ്റ് നെഗറ്റീവായിട്ട് വരും. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി സി എന്ന് പറയുന്ന പോയിന്റ് ഒന്ന് എടുത്തു നോക്കി. സി എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു എ സി എന്ന് പറയുന്നത് ഒരു ഫോക്കൽ കോഡാണ്. അപ്പോൾ എ സി ഒരു ഫോക്കൽ കോഡാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഫോക്കൽ കോഡിനെ പറ്റി നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഫോക്കൽ കോഡിൻ്റെ ഒരു എൻ പോയിന്റ് ടി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ അടുത്ത എൻ പോയിന്റ് -1/t ഉപയോഗിച്ചല്ലേ എഴുതേണ്ടത്. അപ്പോൾ എ നമ്മൾ ടി ഉപയോഗിച്ചിട്ടാണ് at സ്ക്വയർ, 2at എന്ന് എഴുതിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിയുടെ കോർഡിനേറ്റ്സ് -1/t യൂസ് ചെയ്ത് എഴുതിയാൽ പോരെ. അപ്പോൾ ടി സ്ക്വയറിന് പകരം -1/tയുടെ സ്ക്വയർ ആകണം. അതായത് 1/t സ്ക്വയർ അല്ലേ. അതായത് 1/t സ്ക്വയർ, അതുപോലെ 2t എന്നുള്ളതിന് പകരം 2 × -1/t -2/t വരും. അപ്പോൾ ഇതാണ് സിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സിയുടെ കോർഡിനേറ്റ്സ് ഇതാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 1/t സ്ക്വയർ, റിഫ്ലക്ഷൻ ആണ്, y കോർഡിനേറ്റ് പോസിറ്റീവ് ആകും. അതായത് -2/t മാറിയിട്ട് +2/t വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ 4 വെർട്ടീസസും ഇൻ ടേംസ് ഓഫ് ടി നമുക്ക് എഴുതി വെക്കാൻ പറ്റി. ഈ ടി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ടി കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മുടെ അടുത്ത് എ സിയുടെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. എ സിയുടെ ലെങ്ത് എത്രയാണ്? അപ്പോൾ എ സി ഇസ് ഈക്വൽ ടു 25/4. അപ്പോൾ എ സി സ്ക്വയർ എന്ന് പറയുന്നത് 25/4ൻ്റെ സ്ക്വയർ ആയിരിക്കുമല്ലോ. എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് കയ്യിലുണ്ട്. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് എ സി സ്ക്വയർ എഴുതാം. അപ്പോൾ എ സി സ്ക്വയർ എഴുതാം x2 - x1 ദ ഹോൾ സ്ക്വയർ അല്ലേ. ടി സ്ക്വയർ -1/t സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ, പ്ലസ്
y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ 2t മൈനസ് 2/t. അപ്പോൾ 2t പ്ലസ് 2/t ദ ഹോൾ സ്ക്വയർ, അതാണ് 25/4 ദ ഹോൾ സ്ക്വയർ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ആണോ അല്ലേ? യെസ്. ഇംപ്ലൈസ്, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ നോക്കിയേ, ടി സ്ക്വയർ മൈനസ് 1/t² ദ ഹോൾ സ്ക്വയർ. ടി സ്ക്വയർ മൈനസ് 1/t² എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ രൂപത്തിലാണ്. അതിനെ എനിക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നെഴുതാമല്ലോ. മാത്രമല്ല സ്ക്വയറുമുണ്ട്, അപ്പോൾ രണ്ടിനും സ്ക്വയർ വിട്ട് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമിൽ നിന്നും 2 കോമൺ എടുക്കാമല്ലോ. 2 കോമൺ എടുത്താൽ അത് 2 സ്ക്വയർ 4 ആയിട്ടാണ് പുറത്ത് വരിക. അപ്പോൾ 4 ഇൻറ്റു ടി പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ, ഇതാണ് 25/4 ദ ഹോൾ സ്ക്വയർ ആയിട്ട് അവിടെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് ടേംസിൽ നിന്നും ഇപ്പോൾ നമുക്ക് ടി പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ കോമൺ എടുക്കാമല്ലോ. പിന്നെ അവിടെ വരുന്നത് ടി മൈനസ് 1/t ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 25/4 ദ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? യെസ്. ഇംപ്ലൈസ് ടി പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, അടുത്തതിനെ വേണമെങ്കിൽ എനിക്ക് ടി മൈനസ് 1/t ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ടി ഇൻറ്റു 1/t എന്നെഴുതാമല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു 25/4 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ എഴുതിയാലുള്ള പ്രയോജനം എന്താ? അതിപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 4ab എന്ന രൂപത്തിലായില്ലേതായത് അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 4ab, അത് നമുക്കറിയാം, അതൊരു ഓൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റിയാണ്. ദിസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ടി പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ആ ബ്രാക്കറ്റിൽ അടുത്ത ബ്രാക്കറ്റിലുള്ളതിനെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, അതായത് ടി പ്ലസ് 1/t ദ ഹോൾ സ്ക്വയർ എന്ന് തന്നെ എഴുതാം, ഇസ് ഈക്വൽ ടു 25/4 ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? ഇംപ്ലൈസ് ടി പ്ലസ് 1/t ദ ഹോൾ റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 25/4 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ശരിയാണല്ലോ? വേണമെങ്കിൽ അതിനെ എനിക്ക് 625 ഡിവൈഡഡ് ബൈ 16 എന്ന് എഴുതാം. 4th റൂട്ട് എടുക്കാം. 4th റൂട്ട് എടുത്താൽ എനിക്ക് ടി പ്ലസ് 1/t ഇസ് ഈക്വൽ ടു 625. 4th റൂട്ട് എടുത്താൽ എത്ര കിട്ടുക? 4th റൂട്ട് എടുത്താൽ പ്ലസ് ഓർ മൈനസ് അല്ലേ? 625ൻ്റെ 4th റൂട്ട് 5 ആണ്, ഡിവൈഡഡ് ബൈ 16ൻ്റെ 4th റൂട്ട് എടുത്താൽ 2. അപ്പോൾ പ്ലസ് ഓർ മൈനസ് 5/2 ആണ് വരേണ്ടത്. ഞാൻ അതിനകത്തെ പ്ലസ് വാല്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നോക്കി, നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയുടെ വൈ കോർഡിനേറ്റ് ഉറപ്പായിട്ടും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കില്ലേ? എയുടെ വൈ കോർഡിനേറ്റ് 2t ആണ്. അപ്പോൾ 2t പോസിറ്റീവാണ്. സോ ടി ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആയിരിക്കും. ടി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടി പ്ലസ് 1/t പോസിറ്റീവ് അല്ലാതെ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്ലസ് 5/2 തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് സോൾവ് ചെയ്ത് ടി കണ്ടുപിടിക്കണം. ഇത് ടി കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് വേണമെങ്കിൽ ത്രൂ ഔട്ട് ഒരു 2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ടിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ആയിട്ട് മാറും. സോൾവ് ചെയ്താൽ ടിയുടെ 2 വാല്യൂസ് കിട്ടുമല്ലോ. പക്ഷേ ഞാൻ അങ്ങനെ പോകുന്നില്ല. കാരണം ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പർ പ്ലസ് അതിൻ്റെ റെസിപ്രോക്കൽ എന്നാ. അപ്പോൾ 5/2നെ എനിക്ക് 2 പ്ലസ് അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ? ഇതിനെ തിരിച്ചും എഴുതാം. 1/2 പ്ലസ് 1/1/2 1/1/2 2 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ടി എന്ന് പറയുന്നത് 2 ആകാം, അതല്ലെങ്കിൽ 1/2 ആകാം എന്ന് മനസ്സിലായി. അപ്പോൾ ടിക്ക് നമുക്ക് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ടിക്ക് 2 വാല്യൂസ് കിട്ടാനുള്ള റീസൺ? കാരണം ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്ത കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ സി എന്ന് പറയുന്ന ആ ഫോക്കൽ കോഡിൻ്റെ ലെങ്ത് അല്ലേ? അപ്പോൾ ഇത് കടന്നു പോകുന്നത് 10 എന്ന് പറയുന്ന ഫോക്കസിലൂടെയാണ്. എ സി എന്ന് പറയുന്ന ഫോക്കൽ കോഡിൻ്റെ ലെങ്ത് 25/4 എന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് എയുടെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചത്, ടിയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. നോക്കി, ബി ഡി എന്ന് പറയുന്ന കോഡ് നിങ്ങൾ വരച്ചാലും അതും ഇതേ ഫോക്കസിലൂടെ തന്നെ കടന്നു പോകും അല്ലേ? അപ്പോൾ ആ ബി ഡിയുടെ ലെങ്തും ഇതേ 25/4 തന്നെയാണ്. നോക്കിയേ, സിമട്രി അനുസരിച്ച് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫോക്കൽ കോഡിൻ്റെ ലെങ്ത് 25/4 എന്ന് പറയുമ്പോൾ ആ ഫോക്കൽ കോഡ് എ സിയും ആകാം ബി ഡിയും ആകാം. ശരിയല്ലേ? അപ്പോൾ കിട്ടുന്ന ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എയുടെയും ആകാം ബിയുടെയും ആകാം. അപ്പോൾ ടിക്ക് 2 കൊടുത്താൽ അത് എയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് വരും, ബിക്ക് 1/2 കൊടുത്താൽ അതെന്താ? ബിയുടെ കോർഡിനേറ്റ്സ് ആയിട്ട് വരും. ശരിയാണോ ഞാൻ ഈ പറയുന്നത് അല്ലേ?
അപ്പോൾ എന്തായാലും നമുക്ക് വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ടി എന്നുള്ളത് എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാം അല്ലേ? അപ്പോൾ ടിയുടെ വാല്യൂ ഞാൻ 2 ആയിട്ട് എടുക്കുന്നു. ടിയുടെ വാല്യൂ 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ എന്തായിട്ടാണ് കിട്ടുന്നത്? ആദ്യം എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാം. ഏതാ ഇവിടെ കാണാനുണ്ട്? എ എന്താ? t², 2t. അപ്പോൾ t² 2t എന്ന് പറയുമ്പോഴത്തേക്കും 4, 4 എന്ന് കിട്ടും അല്ലേ? അടുത്തത് ബിയുടെ കോർഡിനേറ്റ്സ് വേണം. ബിയുടെ കോർഡിനേറ്റ്സ് നമ്മളവിടെ എഴുതി വെച്ചിരിക്കുന്നത് 1/t², 2/t. 1/t², 2/t അല്ലേ? 2/t എന്ന് പറയുമ്പോൾ 2/2 എന്ന് വരും. 1 വരത്തില്ലേ? സിയുടെ കോർഡിനേറ്റ്സ് എഴുതാം. സിയുടെ കോർഡിനേറ്റ്സ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സി എന്ന് പറയുന്നത് 1/t² -2/t. ടിക്ക് 2 അല്ലേ കൊടുക്കേണ്ടത്? 1/4 അല്ലേ? -1/2 -1 അല്ലേ? 1/4 -1 എന്ന് കിട്ടും. അടുത്ത ഡിയുടെ കോർഡിനേറ്റ്സ് എടുത്താലോ? ഡിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് t² -2t. അപ്പോൾ 4, -4 എന്ന് കിട്ടും. 4, -4. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ടിയുടെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ടിക്ക് 2 വാല്യൂസ് കിട്ടി. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ 2 വാല്യൂസ് കിട്ടാൻ അല്ലേ? കാരണം എന്താ? എ എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിലും ഡി എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിലും എന്താ ഇതേ കാര്യം തന്നെയാണ് അല്ലേ? അപ്പോൾ കിട്ടുന്ന ടി വെച്ചിട്ട് എയും ആകാം, അത് ഡിയും ആകാം. അതുകൊണ്ടാണ് 2 പോസിബിലിറ്റി. നമ്മൾ ടി എന്നുള്ളത് എന്തായിട്ടെടുത്തു? 2 ആയിട്ട് ചൂസ് ചെയ്തു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി പോയിന്റുകളൊക്കെ ഈ രീതിയിൽ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഇസ് ഈക്വൽ ടു എന്താ? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ 1/2 ഇൻറ്റു അല്ലേ എ പ്ലസ് ബി ഇൻറ്റു ഡി. ഇങ്ങനെയാണല്ലോ. എയും ബിയും പാരലൽ സൈഡ്സിൻ്റെ ലെങ്തുകളാണ്. ഡി എന്ന് പറയുന്നത് ഈ 2 പാരലൽ സൈഡ്സിന് ബിറ്റ്വീനുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 ഇൻറ്റു ഒരു പാരലൽ സൈഡ്, അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? എ ഡി ആയിട്ട് എടുക്കാം. എന്താ എ ഡി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ്? എ ഡി, എയും ഡിയും എ ഡി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റ് വൈ ആക്സിസിന് പാരലൽ ആയതുകൊണ്ട് തന്നെ എയുടെയും ഡിയുടെയും എക്സ് കോർഡിനേറ്റുകൾ സെയിം ആണ്. അതുകൊണ്ട് തന്നെ എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടാൻ വൈ കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എടുത്താൽ പോരെ? അപ്പോൾ എയുടെയും ഡിയുടെയും വൈ കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 4 - -4 4 + 4 8 അല്ലേ കിട്ടുക? പ്ലസ് ഇനി ഇതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി സി എന്ന ലെങ്ത് കിട്ടണമെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ബിയുടെയും സിയുടെയും വൈ കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എടുത്താൽ പോരെ? ബിയുടെയും സിയുടെയും വൈ കോർഡിനേറ്റുകളുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് 1 - -1 അതായത് 1 + 1 എന്ത് കിട്ടും? 2 കിട്ടും. ഇൻറ്റു ഇനി എന്ത് വേണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ഡി ആൻഡ് ബി സി. അതിനെന്ത് ചെയ്താൽ മതി അല്ലേ? എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ പോരെ? ശരിയല്ലേ? എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ ദാ ഈ ഡിസ്റ്റൻസ് കിട്ടും. അതല്ലേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ്. അപ്പോൾ എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റുകളുടെ ഡിഫറൻസ്, എയുടെ എക്സ് കോർഡിനേറ്റ് 4 ആണ്, ബിയുടെ എക്സ് കോർഡിനേറ്റ് 1/4 ആണ്. ഡിഫറൻസ് എടുത്താൽ 4 - 1/4 എന്നല്ലേ കിട്ടുക? അതായത് 1/2 ഇൻറ്റു 10 ഇൻറ്റു 15/4 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 75 ÷ 4 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ നമുക്ക് കിട്ടുന്നത് 75 ÷ 4 എന്നാണ്. 75 ÷ 4 എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.